ഈ 700 കോടി രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കണമായിരുന്നു. ഹാഫ് കാണണ്ടെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ബെറോസ് ഇതിനെങ്ങാട്ടിയൊക്കെ കിടില്ല. ചോദിച്ചു പോയവൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. ട്രെയിലർ വെച്ച് എനിക്ക് ഓവറാക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ആ ഒരു മൈൻഡ് ഓപ്പൺ ആയിരിക്കണം. ഇതിൽ ബഡ്ജറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷെ അതിനുവേണ്ടി നല്ല സിനിമയായിരുന്നു, വളരെ കിട്ടില്ലായിരുന്നു. കുഴപ്പമില്ല, ഒരിക്കൽ കണ്ടിരിക്കുക അതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് 2-3 പ്രാവശ്യം വന്ന ആ രീതിക്കായിട്ടേ തോന്നിയിട്ടുള്ളൂ, പുതുതായിട്ടൊന്നും തോന്നിയില്ല. പടം അടിപൊളിയായിരുന്നു. പ്രഭാസിൻ്റെ ആക്ടിംഗ് ഒക്കെ സെറ്റായിരുന്നു, കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗാണ്. പടം അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് നല്ല ബിൽഡപ്പിൽ കൊണ്ടുവന്നു. സെക്കൻഡ് ഹാഫ് നമ്മളെ ഹിന്ദു മിത്തോളജിയുടെ പവർ, ആ ഒരു പ്ലോട്ടിൻ്റെ പവർ എന്താണെന്ന് ഈ സിനിമ ഉണ്ടാവും. VFX ഒക്കെ ഒരു രക്ഷയില്ല, പക്ക സിനിമാറ്റിക് എക്സ്പീരിയൻസ്. കമലഹാസന്, പ്രഭാസ്, പിന്നെ ഫസ്റ്റ് ഒരു കൃഷ്ണൻ്റെ സീനൊക്കെ ഉണ്ട്, അതൊക്കെ പക്ക ഹൈ ആണ്. മൊത്തത്തിൽ നല്ല പടമാണ്. പടം അത്യാവശ്യം നല്ല പടമായിരുന്നു. പ്രതീക്ഷ ഇല്ലാണ്ട് പോയി കണ്ടതാ. ട്രെയിലർ വെച്ച് എനിക്ക് ഓവറാക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം വിഷ്വലി ട്രീറ്റിംഗ് പടമായിരുന്നു. പടം മൊത്തത്തിൽ കൊള്ളാം. അവർ ആദ്യം ഫസ്റ്റ് ഹാഫ് മൊത്തം വേൾഡ് ബിൽഡിങ്ങാണ് വരുന്നത്, സെക്കൻഡ് ഹാഫിലെ മെയിൻ ഐറ്റം വരുന്നത്, പിന്നെ ക്ലിഫ് ഹാങ്ങറിലാണ് നിർത്തുന്നത്. മൊത്തത്തിൽ കൊള്ളാം. നമ്മൾ ആ ഒരു മൈൻഡ് ഓപ്പൺ ആയിരിക്കണം. സെക്കൻഡ് ഹാഫിൽ മൊത്തം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇതിൽ അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ച് പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. പടം നല്ല പടം നന്നായിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൽ ബഡ്ജറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷെ അതിനുവേണ്ടി നന്നായിട്ട് എടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? ബാക്കി VFXും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നൈസായിരുന്നു പടം, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒന്നും കൂടെ ഞാൻ ടിക്കറ്റ് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. ഒന്നുകൂടെ കാണാം, ഫാമിലിയായിട്ട് ഒന്നുകൂടെ കാണാൻ വിചാരിച്ച് ടിക്കറ്റ് എടുത്തായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് പടം. VFX ആയാലും എല്ലാം നൈസായിരുന്നു. എനിക്ക് ഒന്നും കൂടെ കാണാൻ തോന്നിയത് അതുകൊണ്ടാണ്. പിന്നെ കമലഹാസൻ ആയാലും ലാസ്റ്റ് ക്ലൈമാക്സൊക്കെ നൈസായിരുന്നു. പ്രിഡിക്റ്റബിൾ ആയ കാര്യങ്ങളുണ്ട്, അല്ലാത്തതുണ്ട്, പക്ഷേ കണ്ടിരിക്കാൻ നൈസാണ്. ആദ്യം ഭയങ്കര ലാഗായിരുന്നു, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. പടം ആദ്യം ഭയങ്കര ലാഗായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ അടിപൊളിയാണ്, സൂപ്പറായിരുന്നു, അത് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. പിള്ളേർക്ക് ഇഷ്ടപ്പെടാൻ കാര്യം ഇപ്പോൾ പിള്ളേർ കംപ്ലീറ്റ് ഗെയിമിലാണ്, ഗെയിം കളിയാണ്. കാര്യം വാച്ച് വഴിയൊക്കെ മറ്റേ അത് പോണതും ഇത് പോണത് കംപ്ലീറ്റ് മറ്റേ കമ്പിത്തിരി VFXും കാര്യങ്ങളും ചുമ്മാ ചവറുപോലെ വരെയിടാണ്. ഈ 700 കോടി രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ മലയാളത്തിൽ നമുക്ക് 50 സിനിമ വമ്പൻ 50 സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 35 സിനിമ വമ്പ ഹിറ്റ് അടിക്കുമായിരുന്നു. 700 അല്ലെങ്കിൽ ആണെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കണമായിരുന്നു. പാവങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. കാര്യം ഇതിൽ നമ്മളെ ശോഭന അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ദീപക പടുവാലാണ് പിന്നെ നായികയായിട്ട് അവരെ അത്യാവശ്യ കാര്യങ്ങൾ അറിയാമല്ലോ. എന്നത്തെ ഗ്ലാമറൈസ് ആയിട്ടൊക്കെ അത് കാണാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചുമ്മാ ഇതെന്തറിയാം ഉള്ള കാര്യം അവസാനം ഈ പടം എടുത്ത് വന്നിട്ട് മിന്നാമിന്നിലായിട്ടും കമ്പിത്തിരി മത്താപ്പൂ ഇതെല്ലാം കൂടെ വന്ന് അവസാനം ആയപ്പോഴത്തേക്ക് മഹാഭാരതത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു. അല്ലെങ്കിൽ ഇത്രയും പൈസ 700 കോടി രൂപ മുടക്കിയിരുന്നെങ്കിൽ മഹാഭാരതം എന്നുള്ളൊരു സ്റ്റോറി അത് സിനിമയാക്കി പ്രഭാസിനെ വെച്ച് ചേരുന്നെങ്കിൽ വളരെ നമ്മളെ രാജമൗലിക്ക് ആ മഹാഭാരതം കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യും. അതേപോലെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോഴുള്ള തലമുറകൾക്ക്, അതായത് ഇപ്പോഴുള്ള യൂത്ത് തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കൊക്കെ അതൊരു പ്രചോദനമായനായിരുന്നു. ആ 700 കോടി അങ്ങനെ ചെയ്യണമായിരുന്നു. പിന്നെ കമലഹാസൻ ഈ പടം സെക്കൻഡ് ഹാഫ് കാണണ്ടെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ കമലഹാസനെ കാണിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് ഇരുന്ന് പോയത്. അമിതാഭ് ബച്ചനാണ് കൂടുതൽ റോള്. പിന്നെ കമലഹാസനെ കാണിച്ച് ഏറ്റവും ലാസ്റ്റും കമലഹാസനെ കാണിച്ചാണ് നിർത്തിക്കുന്നത്. അതാണ് നമുക്ക് ഇതിന് സെക്കൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഇനി സെക്കൻഡ് കാണാൻ നമുക്കൊരു എനർജി ആയിട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ ഫസ്റ്റ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. കണ്ടുനോക്ക്, ഞാൻ കള്ളമല്ലേ പറയണത്. കണ്ടുനോക്ക്. 700 കോടി എന്ന് പറഞ്ഞാൽ എന്തൊരു കണ്ടു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഉള്ള കാര്യം പറയാമല്ല. പിന്നെ പിള്ളേരെ കൊണ്ടൊന്ന് കാണിക്കണമെന്നുണ്ട്. പിള്ളേർക്ക് ഇതൊക്കെ ഒരു എൻ്റർടൈനർ ആയിരിക്കും. ഇത് കാണുമ്പോഴത്തേക്കൊക്കെ ഒരു ഇതായിരിക്കും. ചുമ്മാ കോൺഫിഡൻ്റൊക്കെ വാരി ഇട്ടേക്കുന്നത് എന്തോന്ന് ഇത് ഉള്ളതുള്ളതല്ലേ പറയണേ. 700 കോടി നമ്മളെ മലയാളത്തിലെ ചെറുക്കന്മാരെ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം കണ്ടില്ല നമ്മൾ മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാം സെറ്റായിക്കൊണ്ട് എല്ലാ ഡയലോഗുകളും നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാം സെറ്റായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ മലയാള സിനിമയുടെ വളർച്ചയെന്ന് പറയുന്നത്. അല്ല ചുമ്മാ 700 കോടി കൊണ്ട് നശിപ്പിക്കാനൊന്നും എൻ്റെ ആവശ്യമൊന്നുമില്ല. ഉള്ളതല്ല തന്നെ ഞാൻ പറയണത്. ഞാൻ പറയണത് കള്ളമാണെങ്കിൽ കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഏതാണെന്നൊക്കെ. അല്ലെങ്കിൽ നമ്മളെ ദുൽഖർ സൽമാനെ കൊണ്ടുവന്നു. പിള്ളേർക്ക് ദുൽഖറിന് കുറച്ചുകൂടെ ഡയലോഗ് പ്രസൻറ്റ് കൊടുക്കണമായിരുന്നു. കുറച്ച് സംഭവം ദുൽഖറിന് നല്ല ഗെറ്റപ്പായിരുന്നു. പിന്നെ 3D ആയിട്ട് കാണുന്നതുകൊണ്ട് നമുക്കൊരു പിള്ളേരെ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നമ്മൾ 3D ചിത്രം കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇതിനെക്കാട്ടി പിന്നെ എനിക്ക് തോന്നുന്നു ബെറോസ് ഇതിനെക്കാട്ടിയൊക്കെ കിടില്ല. നേരം ബെറോസ് നല്ലൊരു സ്റ്റോറിയുണ്ട്. ഇത് അവസാനം ആയപ്പോഴത്തേക്ക് മഹാഭാരതത്തിൽ കൊണ്ടെത്തിച്ചേക്കണ്. എന്തെന്ന് പറയാൻ ചോദിച്ചു പോയവൻ.